നമ്മളുടെ കുട്ടികളെ മെയിനായിട്ട് പഠിപ്പിക്കേണ്ടത് ഈ ലസാഗും ഉസാഗയും ഹിസ്റ്ററിയും മറ്റേ സോഷ്യൽ സ്റ്റഡീസും ബയോളജിയും കെമിസ്ട്രിയും അല്ല. കുട്ടികൾ ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് പറഞ്ഞിട്ട് എവിടെ തുപ്പാൻ പാടില്ല, എവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല, ആളുകളോട് എങ്ങനെ പെരുമാറണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, ചെറിയവരോട് എങ്ങനെ പെരുമാറണം, വയസ്സായവരോട് എങ്ങനെ പെരുമാറണം, അതേമാതിരി വേസ്റ്റുകൾ എവിടെ ഇടണം, വേസ്റ്റുകൾ എവിടെ ഇടാൻ പാടില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പിയല്ലേ? അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളെ, നമ്മളുടെ വീട്ടിലുള്ള കുട്ടികളെ വീട്ടിൽ നിന്നാണെങ്കിലും സ്കൂളുകളിൽ നിന്നാണെങ്കിലും ഓലെ പഠിപ്പിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതിർന്നവരോട് എങ്ങനെ പെരുമാറാം, ചെറിയവരോട് എങ്ങനെ പെരുമാറാമെന്ന് നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടേ വരണം. അതേപോലെ എവിടെയൊക്കെ കച്ചറ ഇടാൻ പാടില്ല, എവിടെയൊക്കെ കച്ചറ ഇടാൻ പാടുണ്ട്, എവിടെ നമുക്ക് തുപ്പാൻ പാടില്ല, എവിടെയൊക്കെ മൂത്രമൊഴിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ളതൊക്കെ നമ്മളുടെ കുട്ടികളെ വേണം പഠിപ്പിക്കാൻ. വലിയവർക്കൊരു വിവരം ഉണ്ടാവില്ല. ഈ ബീച്ചിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം മുമ്പ് ഞാൻ വന്നപ്പോൾ നല്ല അടിപൊളി ഫുള്ള് സെറ്റപ്പ് ആയിട്ടുണ്ടായിരുന്നു ബീച്ച്. പിന്നെ ഇപ്പോൾ ഫുള്ള് കച്ചറ, ഇങ്ങോട്ട് നോക്കിയതൊക്കെ ഫുള്ള് കച്ചറ പെറുക്കിച്ച് ഇവിടെ ഒരുപാട് വേസ്റ്റ് ബിന്നുകളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളുടെ കുട്ടികളെ മെയിനായിട്ട് പഠിപ്പിക്കേണ്ടത് ഈ ലസാഗും ഉസാഗയും ഹിസ്റ്ററിയും മറ്റേ സോഷ്യൽ സ്റ്റഡീസും ബയോളജിയും കെമിസ്ട്രിയും അല്ല. കുട്ടികൾ ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിക്കേണ്ടത് പറഞ്ഞിട്ട് എവിടെ തുപ്പാൻ പാടില്ല, എവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല, ആളുകളോട് എങ്ങനെ പെരുമാറണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, ചെറിയവരോട് എങ്ങനെ പെരുമാറണം, വയസ്സായവരോട് എങ്ങനെ പെരുമാറണം, അതേമാതിരി വേസ്റ്റുകൾ എവിടെ ഇടണം, വേസ്റ്റുകൾ എവിടെ ഇടാൻ പാടില്ല. വണ്ടിയിൽ കയറുമ്പം ബസ്സിലൊക്കെ കയറിയിട്ട് എനിക്കുണ്ടായതിൻ്റെ മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബസ്സിലൊക്കെ കയറിയിട്ട് കുട്ടികൾ പുറത്തേക്ക് തുപ്പുക. അങ്ങനെയുള്ളതൊക്കെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. എല്ലാവരുടെ സ്നേഹം മാത്രം. സുല.